നിങ്ങളുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ സ്റ്റക്കായ പോലെയോ അല്ലെങ്കിൽ ട്രാപ്പായ പോലെയോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? പാർട്ട്ണറിൻ്റെ ഭാഗത്തു നിന്നും വേർബലി അല്ലെങ്കിൽ ഇമോഷണലി അബ്യൂസീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസുകൾ ഉണ്ടായിട്ട് പോലും അതേ റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾ തുടർന്ന് പോവുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്തൊരവസ്ഥ, ഇങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? ഞാൻ അമേയ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം വളരെ പെട്ടെന്നായിരിക്കാം നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം വളർന്നു വന്നിട്ടുണ്ടാവുക. ഓവേർലി ലവിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ, ആൻഡ് നിങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഓവർ ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവാം. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട മറ്റ് പല ബന്ധങ്ങളും മറ്റ് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സും കണക്ഷൻസും ഒക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുക. ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അറിഞ്ഞിരിക്കുക, ഇതിനെയാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബോണ്ടാണിത്. റിലേഷൻഷിപ്പിലെ ഒരു അബ്യൂസീവ് ഫേസിന് ശേഷം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സോറി പറയുക, ഒരുപാട് പ്രോമിസുകൾ തരിക, വീണ്ടും ഒരുപാട് സ്നേഹിക്കുക, അതിനുശേഷം അയാൾ വീണ്ടും നിങ്ങളോട് മോശമായിട്ട് വേർബലി ആൻഡ് ഫിസിക്കലി ഇമോഷണലി നിങ്ങളെ അബ്യൂസ് ചെയ്യുക. ഇതിങ്ങനെ ഒരു സൈക്കിളായി തുടർന്ന് പോകുന്നതായിട്ട് കാണാൻ പറ്റും. പ്രധാനമായും 4 എലമെൻറ്റ്സ് ആണ് നമുക്ക് ട്രോമ ബോണ്ടിങ്ങിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്. അതായത് എൻ്റെ പാർട്ട്ണർ എന്നെ വിട്ടു പോകുമോ, ഞാൻ ഒറ്റയ്ക്കായി പോകുമോ എന്ന ഭയം. ഈ ഒരു ഭയം കാരണമാണ് പലപ്പോഴും ആൾക്കാർ ട്രോമ ബോണ്ടിങ്ങിൽ നിന്നും പുറത്തു വരാൻ കഴിയാതെ അകപ്പെട്ടു പോകുന്നത്. രണ്ടാമതായി കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് ഫോണിങ്, ഒരു തരം പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി. അതായത് നമുക്ക് ചുറ്റുമുള്ളവരെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെ എപ്പോഴും നമ്മൾ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ ചെയ്ത തെറ്റുകൾക്കും നമ്മൾ ചെയ്യാത്ത തെറ്റുകൾക്കൊക്കെ നമ്മൾ തന്നെ സോറി പറയാം. നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. അതുപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വാലിഡേഷൻ സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. മൂന്നാമതായിട്ട് പറയാനുള്ളത് ഒരു കൺട്രോൾ ബേസ്ഡ് ട്രോമ ബോണ്ടിങ് ആണ്. ഇവിടെ പാർട്ട്ണർ നമ്മുടെ മേലെ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. മാനിപ്പുലേഷനിലൂടെയും നമ്മളെ ഒറ്റപ്പെടുത്തിയും ഇവരെപ്പോഴും നമ്മളെ ഡൊമിനേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. നാലാമതായി കണ്ടുവരുന്നതാണ് ഇമോഷണൽ നെഗ്ലെക്റ്റ്. അതായത് നമ്മൾ നമ്മുടെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അയാൾ അതിനെ അത്ര വാല്യുബിൾ ആയിട്ട് കാണാതിരിക്കുക, നീ ഓവർലി സെൻസിറ്റീവ് ആണെന്ന് പറയുക, അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്ത് നമ്മുടെ ഫീലിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് കാണാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക. ഇത്തരം അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മനസ്സിലാക്കുക, ഈ ഒരു അബ്യൂസീവ് സൈക്കിളിൽ നിന്നും പുറത്തു വരിക എന്ന് പറയുന്നത് ഒരിക്കലും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.